ഓരോരുത്തരെ കിട്ടിയപ്പോഴത്തേക്കും നമ്മുടെ പെട്ടി നിറഞ്ഞു. പറ്റണോ തരണ്ടിയോ? ടീമേ, എല്ലാവർക്കും ഫിഷിംഗ് ബ്രദേഴ്സിലേക്ക് സ്വാഗതം. നമ്മ ഇന്ന് സ്ഥലമൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോഴും പോണോടത്തല്ല വന്നേക്കണത്. ഇത് ചെല്ലാനത്താണ് വന്നേക്കണത്. ചെല്ലാനത്ത് നമ്മ മാത്രമേ ഉള്ളൂ ചൂണ്ടക്കാരായിട്ട്. നവാസ് ബ്രോ മാത്രമേ ഉള്ളൂ. നവാസ് ബ്രോ ഒരായി പറഞ്ഞേ. അപ്പൊ നമുക്ക് ആരുമില്ല ഈ ചൂണ്ടിടാനായിട്ട്. മീൻ കിട്ടണ്ടോന്ന് അറിയാൻ പാടില്ല. നമുക്ക് നോക്കാം. ഇടയിലും മീനടിക്കല ഒരുമിച്ചായിരുന്നു. ആ വിൻഡ്രോ തന്നെ മീനടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം എന്ത് മീനെ കിട്ടിയേക്കണേ. അയ്യോ, മീനെല്ലാം അടിച്ചേക്കണം. അതിൽ കുഞ്ഞിപ്പൊടിക്കാൻ ഒരു ചെറിയ പല്ലിക്കോര. ഓക്കെ, നമുക്ക് ചൂണ്ടിട്ട് നോക്കാം. അപ്പം എന്തായാലും ജീവനുള്ള ചെമ്മീനിട്ട് 2 ചൂണ്ട കുത്തി വെച്ചിട്ടുണ്ട്. നല്ല അടിക്കുകയാണെങ്കിൽ ഓക്കെ. അവിടെ ഒരെണ്ണം ഇതാ, അവിടെ ഒരെണ്ണം കുത്തി. 2 ചൂണ്ട നമ്മൾ കുത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒന്നും അടിക്കണില്ല. നോക്കാം. എല്ലാനും ഫിഷിംഗ് ആണ്. മൺറോക്ക് ഒരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം വിളിച്ചല്ലാത്തൊരു നെച്ചറ അടിച്ചിട്ടുണ്ട്. സൂപ്പർ. ഇപ്പോൾ 2ാമത്തെ മീൻ. ഓക്കെ. ഉസ്മാബ്രോടെ ചൂണ്ടയിലെന്തോ അടിച്ചിട്ടുണ്ട്. പറ്റണോ തരണ്ടിയോ? നോക്കിയല്ലേ. നോക്കിയാലേ ഞാനും വരാം. കടല് നല്ല കട്ടാണ്. കിട്ടുമല്ലേ? അടിപൊളി മീൻ. കടലിൽ ഇതിന് മാത്രം വേസ്റ്റാ. ഉസ്മാബ്രോക്ക് അടുത്ത മീൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. എന്ത് മീനാന്ന് നോക്കട്ടെ. നെച്ചറയാണ്. വീണ്ടും നെച്ചറ. ഓക്കെ, നോക്കട്ടെ. അതൊക്കെ കൊതിപ്പിക്കരുത്. വേറൊരു മനുഷ്യനാണ്. കൊത്തണ്ടോ? അടിച്ചാ ചെറുതാണോ? എടാ പോയിട്ടില്ല. ഞണ്ടപ്പന്മാര് അറ്റാക്ക് ചെയ്തേക്ക്. നോക്കി ഇറങ്ങ്. ചാടി ഇറങ്ങല്ലേ. ഞണ്ടകള് എന്നിട്ടാ അപ്പോൾ വലിച്ചു കയറ്റണ്ടല്ലോ എന്തുട്ടോ. പോരാ. പല്ലിക്കോര കിടന്ന് മറിയണ്ടല്ലേ. അടിച്ചാ
ഇതാണ് പല്ലിക്കോര തന്നെയാണല്ലോ. ആ വലുതാണല്ലോ, അടിപൊളി. കിട്ടിയില്ല കൊള്ളാം. ആണോ? മീനടിച്ചോ ടീമപ്പാകുമ്പോ ചെല്ലാനത്ത് ഒരു മീനടിച്ചിട്ടുണ്ട് കേട്ടോ. എന്താന്ന് പറയാൻ പാടില്ല, ജീവനുള്ള ചെമ്മീനാണ് ഇട്ടേക്കണത്. ആ അയ്യോ, ചെറിയ വറ്റാണ് അടിച്ചേക്കണത്. പോട്ടെ, ചെറിയൊരു വറ്റ നവാസ് ബ്രോന്റെ ചൂണ്ടൊക്കെ അടിച്ചാണ്. വറ്റേറി ഉണ്ടെന്നോളേ, ആദ്യത്തെ വറ്റ ജീവനുള്ള ചെമ്മീൻ. ഇത് കിട്ടിയാ പോരല്ല അച്ഛനെ, സാരില്ല. പല്ലിക്കോര, പല്ലിമീൻ. എന്താ ചേനെ, നല്ല സാധനമാണോ? പല്ലിമീൻ കയറിയിട്ടുണ്ടല്ലേ? ഞാൻ അടുത്ത് വലുതാണല്ലോ. ആ കൊണ്ടേ നോക്കട്ടാണോ? പല്ലിമീൻ. എന്താ ശാന, അത് വലിച്ചായിരുന്നില്ല ചൂണ്ട വലിച്ചായിരുന്നില്ല. ആ മീൻ അടിച്ചിട്ടില്ല. മീനുണ്ടോ? തടഞ്ഞേക്കണോ? മീനുണ്ടോ? പതുക്കെ വലിച്ച് പൊട്ടിക്കണ്ട. കയറിയാ? ഷൂ ഇറങ്ങി വരുമായിരിക്കും. ഇറങ്ങിയോ? ഇച്ചിട്ട് ആകിട്ട് കൊടുത്തേക്ക്. ചെമ്പല്ലായിരിക്കും അപ്പം. എന്തുട്ടാ പറ്റേ? പൊട്ടിക്കല്ലേ കേട്ടോ. ഞാൻ പൊക്കെടുത്താലോ ഇറങ്ങിയിട്ട്. ആ മറ്റേ വേറെന്തോ സാധനം കേട്ടോ. അയ്യോടാ, പൊട്ടിക്കല്ലേ. പതിയെ പൊക്കട്ടെ, പതിയെ അടിച്ച് പൊട്ടിപ്പോ. നോക്കി പോയി. വിട്. അടിപൊളി. നോക്കി എന്ത് മീനത്? നോക്കി തെന്നൂട്ടാ. ഇങ്ങടോ. ഫസ്റ്റത്തെ ഒരു മീനടിച്ചല്ലേ? പേരൊന്നും അറിയാൻ പാടില്ല മച്ചാമാരെ. നോക്ക്, പേര് അറിയാവുന്നവര് കമന്റ് ചെയ്തോ. സാധനം സൈസാണല്ലേ? ഓരോരുത്തരെ കിട്ടിയപ്പോഴത്തേക്കും നമ്മുടെ പെട്ടി നിറഞ്ഞു. അടിപൊളി. വലിച്ചേറ്റ് ടൈമിപ്പോൾ 1:30 നമ്മുടെ ചൂണ്ടയിടൽ ഇവിടെ വെച്ച് നമ്മൾ നിർത്തിയാണ്. അപ്പോൾ കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിന്ന് ദിവൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഗ്രില്ലടിക്കാം. നമുക്ക് ഗ്രില്ലടിക്കാം. അത് ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, എല്ലാവർക്കും ബൈ.
കൈപ്പുറ അടിയിൽ വെച്ചെങ്കിൽ പെട്ടെന്ന് പിടിച്ചത്. കറന്നില്ലേ മനുഷ്യ, കറന്നില്ലേ? അവിടെ ഇവിടെ കയ്പൂല കറുപ്പൂലും. ഞാൻ എന്ത് ചെയ്താലും തലയിൽ വെള്ളാച്ചാല് അച്ചാറില്ല, ഒന്ന് യൂസിക്കൂടൂലേ? അപ്പോൾ നമ്മുടെ ഗ്രില്ലഡ് മീൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണം. ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നമ്മുടെ അടുത്തുള്ളത് ഉസ്മാൻ ബ്രോ, ആലിയ മോള്, ഉസ്മാൻ ബ്രോയുടെ മോളാണ് ആലിയ മോള്. ഇത് മുഹമ്മദ് ഫാദിൽ, എൻ്റെ മോനാണ്, പിന്നെ ഞാനും. വെന്തിട്ട് കേട്ടോ, ഗ്രില്ലിന്റെ മീൻ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. സൂപ്പറായിട്ട് ഞാൻ കഴിച്ചോ കിട്ടട്ടെ, മരല്ല ഇപ്പൊ തീർക്കും. അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാട്ടാ, സൂപ്പർ.